ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. ഈ ഒരു ഫിഷ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എയർ ഫ്രയറിൽ ഫിഷ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഇയാളെ വെച്ചിട്ടാണ് ഇന്ന് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കിളിമീനാണ്, നമ്മളിവിടെ പുയാപ്ല എന്ന് പറയും. അപ്പം കുറച്ച് വലിയൊരു കിളിമീനാണ്. അപ്പോൾ ഒരു മീനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇതിനെ നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫിഷ് ഫ്രൈക്കുള്ള മസാല റെഡിയാക്കാം. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം. അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. നമ്മൾ കാശ്മീരിയാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ചേർക്കാം. ഇല്ലെങ്കിൽ പുളിയായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് നമ്മളതൊന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുള്ള മീനിലേക്ക് നമ്മൾ ഈ മസാലക്കൂട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എയർ ഫ്രയറിലായതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല. നമ്മൾ അര ടീസ്പൂൺ നമ്മൾ ആ മസാലയിൽ മാത്രം ഓയിൽ ചേർത്തു, എണ്ണ ചേർത്തു. ഇനി നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എയർ ഫ്രയറിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടുക്കി പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രം, അത് മാത്രമേ നമ്മൾ ഓയിലായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മസാല ഇതുപോലെ നന്നായിട്ട് നമ്മൾ വരേൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കിളിമീൻ ഒരു പ്രശ്നമുണ്ട്, മസാല പിടിച്ച് കിട്ടില്ല. മുളകൊന്നും പിടിക്കാത്തൊരു മീനാണ് കിളിമീൻ. അതുകൊണ്ട് കുറച്ചധികം മസാല നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. നമ്മൾക്കിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ മസാലയും കൂട്ടി ഈ മീൻ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ നമുക്കിതിൽ എരിവും പുളിയൊന്നും പിടിക്കാത്തൊരു മീനാണ് ഈ കിളിമീനാണ് സാധാരണ പറയുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നത്. അരമണിക്കൂർ, ഒരു മണിക്കൂർ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് എയർ ഫ്രയറൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പിടിച്ചു പോകും, നമുക്ക് അവസാനം എടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തത്. അതിലേക്ക് നമ്മൾ മീൻ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് എയർ ഫ്രയറിലേക്ക് വെച്ച് ഓണാക്കുക. ഇതുപോലെ. അപ്പോൾ നമുക്ക് ഈ എയർ ഫ്രയറിൻ്റെ മേലെ തന്നെ ഉണ്ടാവും നമ്മൾ ചിക്കനും മീനൊക്കെ കുക്ക് ചെയ്യേണ്ട സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് ഓരോ എയർ ഫ്രയർ എങ്ങനെയാണോ എത്ര സമയമാണോ വെക്കേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് 160 ഡിഗ്രിയിൽ 20 മുതൽ 23 മിനിറ്റ് വരെയാണ് കാണിക്കുന്നത്. അത്രയും സമയം തന്നെ വെച്ച് കഴിയുമ്പോൾ നമുക്കിതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിത് എണ്ണ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു ഫിഷ് ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്